കോൺഗ്രസിനെയും UDF-നെയും കുരുക്കിലാക്കി വി.ഡി. സതീശൻ എന്ന് പറയേണ്ടി വരും. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവാണ്, UDF-ന്റെ ചെയർമാനാണ്. കേരളത്തിലെ വിരലിൽ എണ്ണാവുന്ന നേതാക്കളിൽ UDF കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പരിധിവരെ KPCC പ്രസിഡന്റിനേക്കാളും മുകളിൽ നിൽക്കേണ്ട ആളാണ് പ്രതിപക്ഷ നേതാവ്. അങ്ങനെയുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 4 ദിവസം കൊണ്ട് വിരലിൽ എണ്ണാവുന്ന ദിവസം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്ന് വെച്ചാൽ വിരൽ ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, വിരലിൽ എണ്ണാവുന്ന ദിവസം, അതിനു മുമ്പ് കേരളത്തിൽ വിസ്മയം നടക്കും എന്ന്. ആ വാക്ക് കേൾക്കാം. അല്ല, വിരലിൽ എണ്ണാവുന്ന ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ ആ വിസ്മയം എന്താണെന്ന്. എന്നിട്ട് വിസ്മയം നടന്നോ? നടന്നില്ല എന്ന് മാത്രമല്ല, UDF-നും കോൺഗ്രസിനും വി.ഡി. സതീശന്റെ വാക്കുകൾ വലിയ തിരിച്ചടിയായി മാറി. എന്താണ് വി.ഡി. സതീശൻ ഉദ്ദേശിച്ചത്? ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം LDF വിട്ട് UDF-ലേക്ക് വരും എന്നാണ്. ആ തീരുമാനം ഏതാണ്ട് ആയിക്കഴിഞ്ഞു. 4 ദിവസം എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കാൻ പോകുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമുണ്ടാകും, LDF വിടുന്നു, UDF-ലേക്ക് വരുന്നു എന്ന്. ചർച്ചകൾ നടന്നു. ആരാ നേതൃത്വം കൊടുത്തത്? മുസ്ലിം ലീഗാണ്. കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞില്ല, UDF കൺവീനർ അറിഞ്ഞില്ല, KPCC പ്രസിഡന്റ് അറിഞ്ഞില്ല. ചർച്ച നടത്തുന്നത് പിന്നെ ആരാണ് എന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെ തള്ളാൻ കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പറയും, വിസ്മയം എന്നത് നേരത്തെ പറഞ്ഞാൽ വിസ്മയമാകില്ലല്ലോ എന്ന്. മാധ്യമപ്രവർത്തകർ ചോദിക്കുമല്ലോ സ്വാഭാവികമായും. അപ്പോഴാണ് ഇങ്ങനെ മറുപടി പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ. മറ്റൊരു വഴിയില്ല. ഒടുവിലാണ് മനസ്സിലായത്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പിറകെയായിരുന്നു വി.ഡി. സതീശൻ എന്ന്. പുറം കാലുകൊണ്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി വിസ്മയം തട്ടിമാറ്റുകയും ചെയ്തു. അതോടുകൂടി വലിയ നാണക്കേടിൽപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ്. കോൺഗ്രസ് മാത്രമോ, UDF, മുസ്ലിം ലീഗിന്റെ കാർമ്മികത്വത്തിലാണ് ചർച്ച നടക്കുന്നത് എന്ന വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ വാർത്ത കൊടുത്തു, ആരോട് ചോദിച്ചു കൊടുത്തു, അതിനെക്കുറിച്ച് മറുപടി പറയൂ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, വി.ഡി. സതീശനെ തള്ളിപ്പറയുക. കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു വിസ്മയത്തെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്, അത് കേൾക്കാം. ഇത് വിസ്മയമൊന്നുമല്ല. നമ്മൾ ഓരോ ആളുകളും എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇടതു മുന്നണിയോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല. അവർ പറഞ്ഞെന്താ, ഐഷ പോറ്റി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഞാൻ ചേർന്ന പാർട്ടി അല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന്. ഇനി അതുപോലൊരു പാർട്ടിക്ക് എന്നെ പോലൊക്കെ തൊടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അത് വളരെ ഗൗരവമായൊരു വിഷയമല്ലേ അവർ പറഞ്ഞത്. അവർ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമായിരുന്നു. അവർ ചേർന്ന പാർട്ടി അല്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അവർ പറയുന്നത്. ഇന്നിതാ UDF കൺവീനർ അടൂർ പ്രകാശ് പൂർണ്ണമായും തള്ളിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവിനെ. വിസ്മയം എന്താണ് എന്ന് എനിക്കറിയില്ല. അതേക്കുറിച്ച് താങ്കൾ എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകൻ, ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ പ്രതിപക്ഷ നേതാവിനോട് തന്നെ ചോദിക്കൂ, ഒരു വിസ്മയവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുകൂടി പറഞ്ഞു അടൂർ പ്രകാശ്, UDF കൺവീനർ. ഞങ്ങൾ ഒരു വിസ്മയത്തെക്കുറിച്ചും നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുക. ഏതായാലും UDF കൺവീനർ എന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. സത്യത്തിൽ അടുത്ത കാലത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ആഹ്ലാദത്തിലായിരുന്നു കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും. അവർക്കെല്ലാം ഏറ്റ വലിയ തിരിച്ചടിയാണ് ഈ വിസ്മയം എന്ന പ്രഖ്യാപനവും അതിനേറ്റ തിരിച്ചടി. ഒരു വിസ്മയം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറഞ്ഞത് എന്തിന് എന്ന ചോദ്യം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു. ആ ചോദ്യം പ്രതിപക്ഷ നേതാവിന് നേർക്ക് തന്നെ ചൂണ്ടുവിരലായി കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉയർത്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോൺഗ്രസിനെ മാത്രമല്ല UDF-നെയും കുരുക്കിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ ചോദ്യങ്ങൾ UDF-നകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനകത്ത് നിന്ന് ആ ചോദ്യങ്ങൾ പരസ്യമായി വന്നു. ഇനി UDF-ൽ നിന്ന് മാത്രമേ വരാനുള്ളൂ. വരും ദിവസങ്ങളിലും അതുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.